ഹായ് ഗായ്സ്, എല്ലാവർക്കും QSPSC ഹസൽ PYക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 128/2025 LD ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലേക്ക് വേണ്ടി നടന്ന എക്സാമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണല്ലേ. പിന്നീട് എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ഒരു പതാക ഉയർത്തിയായിരുന്നു രവി നദിക്കരയിൽ. എന്നായിരുന്നു അത്? 1929 ഡിസംബർ 31 എന്നിട്ട് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി എന്ന് പ്രഖ്യാപിച്ചു. 1930 ജാനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. ഇനി പിൻതീയതിയിട്ട ചെക്കെന്ന് ഗാന്ധിജി എന്തിനെ വിശേഷിപ്പിച്ചത്? ക്രിപ്സ് മിഷനെയാണ് പിൻതീയതിയിട്ട ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9 തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ബി 2, 3 മാത്രം ശരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതുങ്. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റതാരാണെന്നോ? മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയത് ഏത് വർഷമായിരുന്നു? 1934 ലോങ് മാർച്ച് നടത്തിയത്. എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു? ചൈനയിലെ കിയാങ്സി മുതൽ യനാൻ വരെ അല്ലേ? കിയാൻസി മുതൽ യനാൻ വരെ, യാനം. ഓക്കെ. 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവ് ആരായിരുന്നു? സൻ യാറ്റ്സൻ ആയിരുന്നു 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവ്. മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമായിരുന്നു 1911 ചൈനീസ് വിപ്ലവം. ഓക്കെ. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ഏതാണ്? 1912. എന്നാൽ ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് ഏത് വർഷമാണ്? 1949 ഒക്ടോബർ 1. അടുത്ത ചോദ്യം, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1, 2, 3 മാത്രം ശരിയാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ ഖോൾക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തിരുവിതാംകൂറിലല്ല, കോട്ടയത്തെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഓക്കെ. എന്ന് മുതൽ വരെയായിരുന്നു? 1ാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയും 2ാം പഴശ്ശി കലാപം 1801 മുതൽ 1805 വരെയുമായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാര്? ഉർവശി ഭോട്ടാലിയ. അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുവശം, ആരാണ് എഴുതിയത്? ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് അതർ സൈഡ് ഓഫ് സൈലൻസ് ബൈ ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആക്സിയം 4 ആണ്. ആക്സിയം 4. ഓക്കെ. എന്താണ് ആക്സിയം 4? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം മിഷൻ അല്ലേ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4 മിഷൻ. US ആസ്ഥാനമായുള്ള
ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഈ ദൗത്യം വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ്? കെന്നഡി സ്പേസ് ഏജൻസിയിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഈ ദൗത്യം വിക്ഷേപിച്ചത്. ഓക്കെ, ആരൊക്കെയായിരുന്നു ഈ ക്രൂവിലെ അംഗങ്ങൾ? ആരൊക്കെയായിരുന്നു? പെഗ്ഗി വിൽസൺ, ശുഭാംശു ശുക്ല, പോളണ്ടുകാരനായ സ്ലോവോസ് വിസ്നീവസ്കി, ടിംബോർ ക്യാമ്പു. ആരൊക്കെയാണ്? യുഎസുകാരിയായ പെഗ്ഗി വിൽസൺ, ഇന്ത്യനായ ശുഭാംശു ശുക്ല, പോളണ്ടുകാരനായ സ്ലോവാഡ് വിസ്നീവസ്കി ആൻഡ് ഹംഗറിക്കാരൻ ടിംബോർ ക്യാമ്പു. ഓക്കെ, ഇനി ആക്സിയം 4 മിഷനിൽ സപ്പോർട്ട് ചെയ്ത മലയാളി ആരായിരുന്നു? ആക്സിയം 4 ദൗത്യത്തിന് വേണ്ടിയിട്ട് ബാക്കപ്പ് ക്രൂവിലുണ്ടായിരുന്നത് പാലക്കാടുകാരനായ പ്രശാന്ത് ബാലകൃഷ്ണനായിരുന്നു, അല്ലേ? പ്രശാന്ത് ബാലകൃഷ്ണൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭാംശു ശുക്ല. ഓക്കെ, 2025 ജൂൺ 25 വിക്ഷേപിക്കുകയും 2025 ജൂലൈയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഹംബോൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിടുന്നത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ്, അല്ലേ? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. എന്നാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ഒപ്പുവെച്ചത്? 1987 സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പേഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? സ്പേഡെക്സ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പേഡെക്സ് ദൗത്യം. സ്പേഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30 നിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C-60 ആയിരുന്നു. PSLV-C-60. ഇനി സ്പേഡെക്സിന് 2 ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ചേസറും ടാർജറ്റും. ഓക്കെ, വിക്ഷേപിക്കുന്ന സമയത്ത് S സോമനാഥ് ആയിരുന്നു ISO ചെയർമാൻ. അൺഡോക്കിങ്ങിൻ്റെ സമയത്ത് V നാരായണനായിരുന്നു. ഓക്കെ, ഇന്ത്യ ഈ ദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിനു മുമ്പ് ആരൊക്കെ നടത്തിയിട്ടുണ്ട്? US, റഷ്യ, ചൈന, ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1, 2 ശരി. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലോ. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതയുടെ കിഴക്കൻ ചെരുവിൽ വീശുന്ന കാറ്റ് ഏതാണ്? ചിനൂക്കാണല്ലേ? ചിനൂക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ഡെൽറ്റകൾക്കിടയിലാണ്? മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ആരൊക്കെയാണ് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അന്ത്യോദയ. ഇത്രയുമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏതാണ് ആൻസർ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനമുണ്ടാകുന്നു. അടുത്തത്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. 10ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ആരുടെ കാലയളവിലായിരുന്നു? APJയുടെ കാലയളവിലുണ്ടായിരുന്ന പദ്ധതിയായിരുന്നു, അല്ലേ? 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? മൂലധന നിക്ഷേപമായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം.
ഓക്കെ, കൂടുതൽ വളർച്ച നേടിയ പദ്ധതികളിലൊന്നായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി. 7.7% വളർച്ച നേടിയിരുന്നു. കേരള മോഡൽ എന്നറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ലാണ് എന്ന് പറഞ്ഞാൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞതെല്ലാം പെടും. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യയുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതെല്ലാം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓക്കെ, നീതി ആയോഗ് നിലവിൽ വന്ന എന്നാണ്? 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബേരി. CEO ആരാണ്? BVR സുബ്രഹ്മണ്യൻ. അടുത്തത്, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? എന്താണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് എന്താണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 2012-2017 കാലയളവിലായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ 2015 വരെ പോയുള്ളൂ. അപ്പോഴത്തേക്കും നീതി ആയോഗ് നിലവിൽ വന്നു. പിന്നെ സോഷ്യൽ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കുക, ഇലക്ട്രിസിറ്റി എല്ലാ വില്ലേജുകളിലും ഇലക്ട്രിസിറ്റി സപ്ലൈ നടത്തുക ഒക്കെ എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഓക്കെ, ചോദ്യം 17, ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് അല്ലേ? കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അമർത്യാസെന്നിൻ്റെ അഭിപ്രായമാണ് ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്നുള്ളത്. ചോദ്യം 19, ലെയ്സസ് ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് ലെയ്സസ് ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ്. ആഡം സ്മിത്തിനെ എന്തെന്ന് പറയുന്നു? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആദം സ്മിത്തിനെയാണ്. ആദം സ്മിത്തിൻ്റെ ഒരു ഫേമസ് പുസ്തകം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? ദ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്തിൻ്റെ പുസ്തകമായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് M.N. റോയിയാണ് 1934. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 മൂന്നും കറക്റ്റാണ്. നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. താൽക്കാലിക പ്രസിഡന്റായിരുന്നു സച്ചിദാനന്ദ സിൻഹ. പിന്നീടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. ചോദ്യം 22, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എന്നാലും നമുക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഭാഗം 2. ഓക്കെ, ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ചിരകാലവാസം, നാച്ചുറലൈസേഷൻ. അത് കറക്റ്റാണ്. ഇനി ഭരണഘടനയുടെ സെക്ഷൻ ഏത് മുതലാണ്? ആർട്ടിക്കിൾ 5 മുതൽ 12 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഡിലീറ്റ് ആയത്. ഓക്കെ, അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്താണ്? കമാൻഡ് ആണല്ലേ? കമാൻഡ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറണ്ടോ എന്താണ്? എന്തധികാരം കോ വാറണ്ടോ. പ്രൊഹിബിഷൻ എന്താണ്? പ്രൊഹിബിഷൻ റദ്ദാക്കുക. ഓക്കെ, എത്രയിലാണ് ഈ റിട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 226 ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ ഏത് തത്വങ്ങളാണ്? നിർദ്ദേശക തത്വങ്ങളാണ്.
44 എന്താണ് നിർദ്ദേശ തത്വങ്ങളിൽ ഏതാണ് 44 പ്രതിപാദിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ്. അടുത്തതും ചേരുംപടി ചേർക്കുക. കറക്റ്റ് വായിക്കാം. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണരൂപം എന്ത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിച്ച് എഴുതുക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അടുത്ത ചോദ്യം, സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്? പ്രതിഭാ പദ്ധതി ഏതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആരംഭിച്ചത് എന്ന് മുതലാണ്? ഓപ്ഷൻ എ 2018. ചോദ്യം 29, 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം. ചോദ്യം 30, കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് എന്ന സ്ഥലത്തുമാണ്. ഇവിടെയാണ് 2007 രൂപീകരിച്ചത്. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് 2007. തിരുവനന്തപുരത്താണ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ ആണ്. APJ അബ്ദുൽ കലാമാണ് ഗാർഹിക പീഡന നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. എന്നാണ് ഗാർഹിക പീഡന നിയമം പാസ്സാക്കിയത്? 2005. നിലവിൽ വന്നതെന്നാണ്? 2006 ഒക്ടോബർ 26 നിലവിൽ വന്നത്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവും ലൈംഗികവും സാമ്പത്തികവുമായ പീഡനങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നിയമം. ഇവരുടെ എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA ഒരു ഡാഷ് സ്ഥാപനമാണ്. എന്ത് സ്ഥാപനമാണ്? നിയമാനുസൃതമായ സ്ഥാപനം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്നാണ് നിലവിൽ വന്നത്? 2007 വന്നത്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം 2007 നിലവിൽ വന്നത്. ചോദ്യം 33, അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. ചോദ്യം 34, മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ K. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹിക ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. ആരാണ്? എഡ്വേർഡ് വിൽസൺ. ജൈവ വൈവിധ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാണ്? പ്ലാസ്മോഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജെനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏതാണ്? മനുഷ്യൻ്റെ ത്വക്കിൻ്റെ നിറം എന്തിന് ഉദാഹരണമാണ്? പോളിജെനിക് പാരമ്പര്യത്തിന് ഉദാഹരണമാണ്. ചോദ്യം 40, ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത്? ഇന്ത്യ. ആകാശം നീലനിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. അടുത്ത ചോദ്യം, 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. നിർബാധ പതനം ഫ്രീ ഫോളിന് ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം, കർണാടകയിലെ ബീജാപൂരിലെ ഗോൾഗുംബസ് എന്ന മർമ്മഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? അനുരണനം. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്? രാകേഷ് ശർമ്മ. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡെക്സ് വെബ്.
ചോദ്യം 47. താഴെ പറയുന്ന ഇവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? സോഡിയം കാർബണേറ്റ്. ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? സോഡിയം കാർബണേറ്റ്. ചോദ്യം 48. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? അമോണിയം നൈട്രേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏതാണ്? അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏതാണ്? ബിസ്മത്ത്. ബിസ്മത്താണ് രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം. ചോദ്യം 50. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേൽബെ റെയിൽവേ പാലം ഏതാണ്? അഞ്ചീഘട്ടാണ്. അഞ്ചീഘട്ട്. 2025 ഉദ്ഘാടനം ചെയ്തത്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്? എയ്ഡൻ മാർക്രം. എയ്ഡൻ മാർക്രമാണ് 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച്. ശരിയായ ജോഡി കണ്ടെത്തുക. 1, 3 മാത്രമാണ് ശരി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മപരിപാല യോഗം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടെയാണ്? കുമാരഗുരുദേവൻ. ഓക്കെ. അടുത്ത ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് ലഭിച്ചത്. ശൂർനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചത് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 1993. ഇനി കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ചോദ്യം 54. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നതാണ് തിരുവാതിര. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം. വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ചോദ്യം 55. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് ആരൊക്കെയാണ്? ഓപ്ഷൻ 2 PR ശ്രീജേഷും മനു ഭാക്കറുമാണ്. PR ശ്രീജേഷും മനു ഭാക്കറും. 56. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമാവാസി, ഗസൽ, മാനസാന്തരം. ഓപ്ഷൻ 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്ന ഏതാണെന്നൊക്കെ നോക്കാം. ആരാച്ചാർ, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിൻ. ഇതെല്ലാം KR മീരയുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? ആരാച്ചാർ, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിൻ. ചോദ്യം 57. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? എല്ലാം ശരിയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. ഇതിനകത്തുണ്ടായിരുന്ന വനിതാ മേധാവികൾ ആരൊക്കെയായിരുന്നു? വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയുമായിരുന്നു. വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും. ഓക്കെ. അടുത്ത ചോദ്യം. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ്? 1-ാം സ്ഥാനം ഫിൻലാൻഡിനും 2-ാം സ്ഥാനം സ്വീഡനും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? എല്ലാം ശരിയാണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെ എന്തെന്ന് പറയും? ഷെയർവെയർ എന്ന് പറയും. GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 1ഉം 2ഉം ശരിയല്ല. ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ. 61. വിത്തുകളുടെ ഉൽപ്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? സാത്തി എന്നാണ്. സാത്തി.
അടുത്ത ചോദ്യം, സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം ഏതാണ്? E0 FIR ആണ്. E0 FIR. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം ഏതാണ്? E0 FIR. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? പേൾ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? പേൾ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കുന്ന നിയമനിർമ്മാണം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? മുകളിലുള്ളവയെല്ലാം ഉൾപ്പെടും. ഏതൊക്കെയാണ്? ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇവയെല്ലാം ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ചോദ്യം 67, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2012. പോക്സോ ആക്ട് ആണ് അല്ലേ? 2012. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ദുരന്ത നിവാരണ നിയമം 2005 ആണ്. ദുരന്ത നിവാരണ നിയമം 2005. ചോദ്യം 70, 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 700 rupees is too much for this saree. 700 rupees is too much for this saree. is ആണ് അവിടെ വരുന്നത്. ചൂസ് ദ ബെസ്റ്റ് ആന്റണിം ഫോർ thrifty. thriftyയുടെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാവേഗൻ്റ് ആണ്. എക്സ്ട്രാവേഗൻ്റ്. ഓക്കെ, thrifty ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാവേഗൻ്റ്. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. വോണ്ട് യു ആണ്. വോണ്ട് യു. റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. വോണ്ട് യു. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August ആണ്. ഓൺ 15th August. ഷീ വാസ് മെൻഡിങ് സോക്സ്. പാസീവ് ഫോം ഏതാണ്? സോക്സ് വെയർ ബീയിങ് മെൻഡഡ് ബൈ ഹർ. സോക്സ് വെയർ ബീയിങ് മെൻഡഡ് ബൈ ഹർ. ദ മീനിങ് ഓഫ് ദ ഇഡിയം അറ്റ് 6s and 7s. എന്താണ് മീനിങ്? 6s and 7s. ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇനി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതെന്നാണ്? സർക്കുംലൊക്യൂഷൻ ആണ് കറക്റ്റ്ലി സ്പെൽഡ്. സർക്കുംലൊക്യൂഷൻ. CIRCUMLOCUTION. ഇനി പവലിയൻ. പവലിയൻ്റെ സ്പെല്ലിംഗ് എന്താണ്? PAVILION ആണ് പവലിയൻ. PAVILION. പവിലയൻ. PAVILION അതാണ് പവലിയൻ. പവിലയൻ. PAVILION പവലിയൻ. അടുത്ത ഡ്രൗസി എന്താണ്? DROWSY ആണ് ഡ്രൗസി. DROWSY. ഇനി പെരിനിയലോ? PERENNIAL പെരിനിയൽ. PERENNIAL പെരിനിയൽ. ഓക്കെ, അടുത്ത ചോദ്യം. മിസ്സസ് കമല സെഡ് ടു രാജു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കാനാണ്. എന്ത് വരും? മിസ്സസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. മിസ്സസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. അടുത്ത ചോദ്യം. ദ മീനിങ് ഓഫ് അൽമ മേറ്റർ. അൽമ മേറ്ററിൻ്റെ മീനിങ് എന്താണ്? ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമലി അറ്റൻഡഡ്. പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയോ സ്കൂളോ കോളേജിനെയാണ് അൽമ മേറ്റർ എന്ന് പറയുന്നത്. ഇനി കറക്റ്റ് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാനാണ്. ഐ കാൺട്ട് ഡാഷ് മൈ റൂംമേറ്റ്സ് മെസ്സിനെസ്. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് ആണ് അല്ലേ? എന്താണ്? സഹിക്കാൻ വയ്യ. കനോട്ട് ടോളറേറ്റ്. അതാണ് പുട്ട് അപ്പ് വിത്ത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൊണ്ട് നോക്കാം. പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വയ്ക്കുക അല്ലേ? പുട്ട് ഓഫ്. ഇനി പുട്ട് ഓൺ എന്താണ്? ടു വെയർ സംതിങ് അല്ലെങ്കിൽ ടു ഗെയിൻ വെയിറ്റ്. അതിനെയാണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞത്. പുട്ട് ഓൺ എന്ന് പറയുന്നത് ടു വെയർ സംതിങ് ഓർ ടു ഗെയിൻ വെയിറ്റ്. ഇനി പുട്ട് ഔട്ട് എന്താണ്? എക്സ്റ്റിങ്ക്വിഷ്. തീയൊക്കെ എടുത്തതിൽ നിന്ന് പറയാം നമുക്ക്. പുട്ട് ഔട്ട്, ടു എക്സ്റ്റിങ്ക്വിഷ്. അപ്പം പുട്ട് ഓഫ് എന്താണ്? പോസ്റ്റ്പോൺ. പുട്ട് ഓൺ ടു വെയർ സംതിങ് ഓർ ടു ഗെയിൻ വെയിറ്റ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്.
പുട്ട് ഔട്ട്, ടു എക്സ്റ്റിങ്ക്വിഷ്. അടുത്ത മലയാളം ചോദ്യമാണ്. ഓഷ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ശബ്ദം. ഓഷ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന പദം ഏതാണ്? ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ദ്വിജം. ദ്വിജം പക്ഷി എന്നർത്ഥം വരത്തില്ല. വിഹഗം, പത്രി, ശകുന്തം. ഇതൊക്കെയാണ് പക്ഷിക്ക് പര്യായം വരുന്നത്. വിഹഗം, പത്രി, ശകുന്തം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? പ്രേഷകനാണ്. പ്രേഷകൻ. പ്രേഷകനാണ് അയക്കുന്നയാൾ. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദമേത്? ഗുരുക്കൾ. ബഹുവചന രൂപമായി വരാത്തത് ഗുരുക്കളാണ്. വധുക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കളെല്ലാം ബഹുവചന രൂപമാണ്. ഗുരുക്കൾ എന്താണ്? പൂജക ബഹുവചനമാണ് അല്ലേ? പൂജക ബഹുവചനം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? മടയൻ. മടയൻ ഏത് ഡായ? എസ് ഡായ വരുന്നത് അല്ലേ? മടയൻ. അടുത്തത് കാസൽ ഇൻ ദ എയർ എന്ന ശൈലിയുടെ വിവർത്തനം ഏത്? ആകാശക്കോട്ട. കാസൽ ഇൻ ദ എയർ, ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീതം ഏതാണ്? കിഞ്ചിജ്ഞൻ. സർവജ്ഞൻ ഓപ്പോസിറ്റ് കിഞ്ചിജ്ഞൻ. സർവജ്ഞൻ, കിഞ്ചിജ്ഞൻ. അടുത്തത് പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. പൊൽക്കുടം. പൊൻ പ്ലസ് കുടമാണ് പൊൽക്കുടം. പൊൻ പ്ലസ് കുടം, പൊൽക്കുടം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക, ഏട് കെട്ടുക. ശ്വശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്ത്? ശ്വശ്രു. ശ്വശുരൻ, ശ്വശ്രു. ഓക്കെ. അപ്പം ഇത്രയുമാണ് 100 ചോദ്യങ്ങൾ. എല്ലാ LDC എക്സാംസിനും ആവശ്യമായിട്ട് വരുന്ന നല്ല 100 ചോദ്യങ്ങളായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഉടനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓക്കെ. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മളെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടാതെ SCRT ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT ക്ലാസ്സസ് പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പം സ്റ്റാർട്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് SCRTയും കൂടെ കംപ്ലീറ്റ് ആക്കി പോവാം. കൂടെ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്ത് പോകാം. ഓക്കെ. താങ്ക് യു ഓൾ.